ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഓഫ് അശ്വതി നിഖിൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ്. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു സാധനമുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും കാണും, അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിരന്തരമായിട്ട് മേടിക്കുന്നതും, അല്ലെങ്കിൽ ഈ സംഭവം അടങ്ങിയ വസ്തുക്കൾ നമ്മൾ മേടിക്കാറുമുണ്ട്. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ സ്കിന്നിനും ഫേസിനും ഹെയറിനും ഒക്കെ വേണ്ടി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന ഒരു പ്രൊഡക്റ്റിന് ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിലുള്ള ആ ഐറ്റമേ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഐറ്റം എന്താണെന്ന് പറയാം. അതാണ് നമ്മുടെ കറ്റാർ വാഴ അഥവാ അലോവേര. പഴയ തലമുറയ്ക്കും ഇപ്പോഴത്തെ തലമുറയ്ക്കും ഒരുപോലെ സുപരിചിതമായ ഒരു വസ്തുവാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് അഥവാ അലോവേര എന്ന് പറയുന്നത്. പണ്ട് മുതൽക്കേ തന്നെ ത്വക്ക് രോഗങ്ങൾക്കുള്ള ഒരു ഔഷധമായിട്ടാണ് കറ്റാർ വാഴയെ കണക്കാക്കിയിരുന്നത്. ഇതൊരു ഔഷധ ചെടി ആയതുകൊണ്ട് തന്നെ ഇതിന് നിരവധി ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനാണെങ്കിലും ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു ചെടി കൂടിയാണിത്. നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന മുറിവുകൾ ഉണക്കാൻ വേണ്ടിയും ഒപ്പം നമ്മുടെ മുഖത്തിലെ ചുളിവുകളും കുരുക്കളും അഥവാ പിമ്പിൾസും റിങ്കിൾസും ഒക്കെ കുറയ്ക്കുവാനും ചർമ്മം ഒന്ന് സ്മൂത്താക്കി നല്ല കാമാക്കി വെക്കാനും ഈ ചെടി കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ഒക്കെ ഒരുപാട് ഗുണങ്ങൾ നൽകുന്ന ഒരു ചെടി കൂടിയാണിത്. ദന്തരോഗങ്ങൾക്കും ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു ചെടി കൂടിയാണിത്. ഇതിലൊരുപാട് ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും മറ്റുള്ള സൂര്യാഘാതത്തിൽ നിന്നും മറ്റുള്ള അൾട്രാവയലറ്റ് റേസിൽ നിന്നും ഒക്കെ സംരക്ഷണം നൽകാനും നമ്മുടെ ചർമ്മത്തിന് സംരക്ഷിക്കുകയും ചെയ്യും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഗുണങ്ങൾ നൽകുന്ന ഒരു ചെടി കൂടിയാണിത്. രണ്ടു പേർക്കും ഒരേപോലെ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റും. നമ്മുടെ മുടി വളർച്ചയ്ക്കും ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വസ്തു കൂടിയാണിത്. നമ്മുടെ മുടിക്ക് വളർച്ചയ്ക്കാണെങ്കിലും മുടിയുടെ സ്കാൽപ്പ് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനും താരനൊക്കെ കുറയ്ക്കുന്നതിനും മുടിയിലെ ആ ഗ്രീസി പോലെ ഇരിക്കുന്ന ആ ഒരു കണ്ടൻറ്റുകൾ ഒഴിവാക്കി മുടിയെ നല്ല സ്മൂത്താക്കി വെക്കാനും മുടി നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഒരു കണ്ടീഷണറിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വസ്തു കൂടിയാണിത്. ഇത് ഡയറക്റ്റായിട്ട് മുഖത്തിലേക്കോ മുടിയിലേക്കോ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷങ്ങളും നമുക്കുണ്ടാകുന്നില്ല. ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളുമില്ല. എന്നാലും 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് നൽകുന്നത് അത്രയും നല്ലതല്ല. മറ്റുള്ളവർക്ക് ഇത് കഴിക്കുന്നതിലോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതിലോ വലിയ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ചിലർക്ക് ഇത് അലർജിക് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കാം. അതായത് അലർജി ഉണ്ടാക്കാം, സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കാം, ഡയറിയ ഉണ്ടാക്കാം, ചിലർക്ക് കിഡ്നി പ്രോബ്ലംസ് വരെയൊക്കെ ഉണ്ടാകാം. പിന്നെ ഇത് കഴിക്കാൻ പറ്റുന്ന വസ്തുവായതുകൊണ്ട് തന്നെ അമിതമായ ഡോസിൽ ഇത് കഴിക്കുകയോ അല്ലെങ്കിൽ അമിതമായി ഇത് ഉപയോഗിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമുക്ക് ഉള്ളിലാണെങ്കിലും പല പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ചാൻസുകളുണ്ട്. കൂടുതൽ ആൾക്കാർക്കും ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. എങ്കിലും ഓരോ വസ്തുവാണെങ്കിലും നമ്മളൊരു പാലെടുക്കുവാണെങ്കിൽ തന്നെ പാലിൽ അലർജി ഉണ്ടാകുന്നതും പാലിൽ ഗുണമുണ്ടാകുന്നതും ആയിട്ട് രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും ഗുണവും ദോഷവും ഉണ്ടാകുന്നത് പോലെ അലോവേരയ്ക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതൊക്കെ എൻ്റെ അറിവിലുള്ള അലോവേരയുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് കേട്ടോ. ഞാൻ ഗൂഗിളിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ റെഫർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലോവേര കൊണ്ടുള്ള എന്തെങ്കിലും സ്കിൻ കെയർ പാക്കുകളോ ഹെയർ കെയർ പാക്കുകളോ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനലിൽ ഞാൻ സ്കിൻ കെയർ വീഡിയോസും ഹെയർ കെയർ വീഡിയോസും അതുപോലെ തന്നെ മണി ഏർണിംഗ് വീഡിയോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.